റിപ്പീറ്റ് 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 ദെൻ അഗെയിൻ റിപ്പീറ്റ്. ഇതാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്ന +2 കഴിഞ്ഞ കുട്ടികളുടെ ഒരു സ്ട്രാറ്റജി. കുട്ടികളാണോ ഇതിന് യഥാർത്ഥ കാരണക്കാർ? നെവർ. കാരണം ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ്, +2 നിങ്ങൾക്കറിയാം കോവിഡ് ടൈമിൽ നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ പോർഷനാണ് പഠിച്ചിരുന്നത്. ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഡൈല്യൂട്ട് ചെയ്തൊരു സിലബസ് ആയിരുന്നു അത്. ഒരുപക്ഷെ ആ സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ട്യൂട്ടറിംഗ് സെന്ററുകൾ വന്നത്. ഇവരെല്ലാവരും എന്ത് തന്നെ ചെയ്തു? കുട്ടികൾക്ക് സ്കൂളിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി യൂട്യൂബിലൂടെയും പല മീഡിയങ്ങളിലൂടെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഒരുപക്ഷെ ആ കാലത്തൊരു നല്ല ഹെൽപ്പായിരുന്നു അത്. പക്ഷെ അതിനുശേഷം കോവിഡ് മാറിയപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിച്ചു? അവർ ട്രാക്ക് മാറി. അവർ വീണ്ടും പഴയതുപോലെ ഫുൾ സിലബസ് പഠിക്കാൻ തുടങ്ങി. അവർ ഒബ്ജക്റ്റീവ് എക്സാം ട്രെയിനിങ്ങിന് പോകാൻ തുടങ്ങി. പക്ഷെ കേരളത്തിലെ കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോഴും ഓൺലൈനിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കണം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും റിപ്പീറ്റ് എന്നുള്ളൊരു ട്രെൻഡ് കേരളത്തിൽ വരുന്നത്. എന്നാൽ അവസാനം റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന കുട്ടികളുടെ എണ്ണമാണെങ്കിലോ വളരെ കുറവാണ് താൻ. അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ +2 കഴിഞ്ഞു, നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഡെന്റൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു അഗ്രികൾച്ചർ ഓഫീസർ ആവണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു എഞ്ചിനീയർ ആവണം, ഒരു ഡാറ്റാ സയന്റിസ്റ്റ് ആവണം. ഇങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി എൻട്രൻസുകളുണ്ട്. ഇതിനൊരു പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ വീണ്ടും ഓൺലൈനിൽ തന്നെ പഠിക്കരുത് മക്കളെ. കാരണം നിങ്ങളെല്ലാം പഠിച്ചു തീർന്നതിന് ശേഷം ഒരു ഫൈനൽ ടച്ചപ്പിന് ഓൺലൈൻ ഓക്കെ, ഹൈബ്രിഡ് ഓക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില കോച്ചിങ് സെന്റേഴ്സ് എല്ലാം പറയുന്നത് ഹൈബ്രിഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഫുൾ ടൈം ക്ലാസ്സുകൾ എടുത്ത് കുട്ടികൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് സ്ഥാപനങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസം പഠിപ്പിക്കും, ഒരു ദിവസം ഡൗട്ട് ക്ലിയർ, ചില ദിവസങ്ങൾ ക്ലാസ് ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് മികച്ച റാങ്കുകൾ വരിക? അപ്പൊ അവിടെ ഞാൻ പറയുന്നു, അതിന് മീനിങ് ഞാൻ എല്ലാ കുട്ടികൾക്കും 1ാം റാങ്ക് മേടിച്ചു തരാം, 2ാം റാങ്ക് മേടിച്ചു തരാം എന്നല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാം. വർഷങ്ങളായി കുട്ടികൾക്ക് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചും സ്കൂൾ ഗോയിങ്ങിൽ പഠിപ്പിച്ചിട്ടും മികച്ച റാങ്കുകൾ മേടിച്ചു കൊടുക്കുന്ന സഫയർ. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഓൾ കേരള ലെവൽ സഫയർ ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് കോഴിക്കോട് വരുന്നു. അപ്പോൾ തൃശ്ശൂരും കോഴിക്കോടും ഫുള്ളി റെസിഡൻഷ്യലായി. അതിനകത്ത് ഡേ സ്കോളേഴ്സിന് അഡ്മിഷൻ ഇല്ല കേട്ടോ. ഫുള്ളി റെസിഡൻഷ്യലായി ഏറ്റവും മികച്ച അധ്യാപകർ, പെർമനന്റ് ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടി ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ, ഒരു ചാപ്റ്ററിൽ നിന്നും 500ഓളം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ എക്യുപ്ഡ് ആക്കുന്ന ബാച്ചാണ് ഫുള്ളി റെസിഡൻഷ്യൽ ബാച്ച്. അപ്പൊ ആ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നത് മെയ് 12-നാണ്. ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? പഠിക്കാൻ ആഗ്രഹമുള്ളവരാണോ? എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടാതെ പോകരുത്. ആ ഗൈഡൻസ് തരുന്ന രീതിയിലാണ് നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മികച്ച ലേണിംഗ് എക്സ്പീരിയൻസിനായി നിങ്ങളെല്ലാവരെയും സഫയർ ഫ്യൂച്ചർ അക്കാഡമിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.